നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നാം കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായി മധുരതു എന്നുള്ള ജയശങ്കർ പ്രസാദിൻ്റെ മനോഹരമായ കവിതയാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ? നാം ഇന്നത്തെ ക്ലാസ്സിൽ अंधकार का जल्दी लांग कर आवेंगी शशि किरणें मुदल जो कुछ अपने सुंदर से हैं दे देने दो इनको. ഇവിടം വരെയാണ് നാം ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. अंधकार का जल्दी लांग कर आवेंगी शशि किरणें अंतरिक्ष छिड़केगा कण कण निशी में मधुर तुहिन को इस एकांत सृजन में कोई बाधा मत डालो जो कुछ अपने सुंदर से हैं दे देने दो इनको. നമുക്കാദ്യം ഈ കവിതയിലെ ഡിഫിക്കൽട്ടായിട്ടുള്ള കുറച്ച് വേർഡ്സുകളുണ്ട്. അവയും അവയുടെ അർത്ഥങ്ങളും നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ആദ്യത്തെ വരി എന്താണ്? अंधकार का जल्दी लांग कर आवेंगी शशि किरणें. ശ്രദ്ധിക്കൂ, अंधकार का जल्दी लांग कर आवेंगी शशि किरणें. നോക്ക്, അന്ധകാർ. അന്ധകാർ എന്ന് വെച്ചാൽ എന്താണ്? അന്ധകാരം, ഇരുട്ട്. ജലധി, ജലധി എന്ന് വെച്ചാൽ എന്താണ്? സാഗരം, സമുദ്രം. അന്ധകാർ കാ ജലധി, അന്ധകാരമാകുന്ന സമുദ്രത്തെ. ലാംഘ് കർ, ലാംഘന എന്ന് വെച്ചാൽ മറികടക്കുക, പാർ കർണ എന്ന് പറയും. ഇവിടെ വേർഡ്സ് മീനിങ് എഴുതിയിട്ടുണ്ട്, ശ്രദ്ധിക്കുക. ജലധി എന്ന് വെച്ചാൽ എന്താണ്? സാഗർ, സാഗർ അതായത് സമുദ്രം, സാഗരം. അടുത്തത് ലാംഘന, ലാംഘന എന്നാൽ പാർ കർണ, മറികടക്കുക. ആവേങ്കി എത്തും. ശശി കിരണേം, ശശി എന്ന് വെച്ചാൽ ആരാണടെ? വെച്ചാൽ ചന്ദ്രൻ. കിരണേം നിലാവ്, പ്രകാശം. നോക്ക്, अंधकार का जल्दी लांग कर आवेंगी शशि किरणें अंधकार रूपी सागर को पार करके कौन आएगी? ആരാ വരുന്നത്? अंधकार रूपी सागर को पार करके चंद्र की किरणें आएगी. കവി ഇവിടെ എന്താണ് പറയുന്നത്? അതെ, അന്ധകാരമാകുന്ന സമുദ്രത്തെ മറികടന്ന് രാത്രിയിൽ ആര് വരും? അതെ, ചന്ദ്രൻ്റെ പ്രകാശം വരും അല്ലേ? ചന്ദ്രൻ എപ്പോഴാണ് ഉദിക്കുന്നത്? രാത്രിയിലാണ് അല്ലേ? അപ്പോൾ രാത്രിയിൽ എന്താ കാണുന്നത്? ചന്ദ്രൻ്റെ നിലാവ് കിട്ടും നമുക്ക് അല്ലേ? നോക്ക്, അന്ധകാരമാകുന്ന ആ സമുദ്രത്തെ മറികടന്ന് ആര് വരും? ആ കൂരിരുട്ടിനെ തരണം ചെയ്ത് പാർക്കർക്ക് ആര് വരും? ഇവിടെ ശശികിരണേ, ചന്ദ്രകിരണങ്ങൾ വരും എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഇത് മനസ്സിലായോ നിങ്ങൾക്ക്? നമുക്കിനി അടുത്ത വരികൾ നോക്കാം. നോക്കൂ, अंतरिक्ष छिड़केगा कण कण निशी में मधुर तुहिन को. ഇവിടെ കവി എന്താണ് പറയുന്നത്? നോക്ക്, അന്തരീക്ഷ്, അന്തരീക്ഷ് എന്നാൽ അന്തരീക്ഷം. ചിടുക്കേക, ചിടുക്കേക എന്ന് വെച്ചാൽ എന്താണ്? വർഷിക്കും, അതായത് പൊഴിയും അല്ലെങ്കിൽ വിതറും എന്നൊക്കെ പറയും. നോക്ക്, അന്തരീക്ഷ ചിടുക്കേക കണ് കണ്. കണ് എന്ന് വെച്ചാൽ അണു, കണങ്ങൾ, വസ്തു എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ. നോക്ക്, നിശീമേ മധുർ തുഹിൻഗോ. നിശി എന്നാൽ രാത്രി, രാത്രിയിൽ. മധുർ മനോഹരമായ. തുഹിൻഗോ, തുഹിൻ എന്ന് വെച്ചാൽ എന്താണ്? ഹിമകണങ്ങൾ, മഞ്ഞ് തുള്ളികൾ എന്നാണ് പറയുന്നത്. നോക്കാം, अंतरिक्ष छिड़केगा कण कण निशी में मधुर तुहिൻഗോ. രാത്രിയിലെ അന്തരീക്ഷം മനോഹരമായ മഞ്ഞു തുള്ളികളെ പ്രകൃതിയിലേക്ക് വർഷിക്കും എന്നാണ് കവി ഇവിടെ പറയുന്നത്. മനസ്സിലായോ ഇത്? ഇവിടെ കവി എന്താ പറയുന്നത്? अंधकार में अंतरिक्ष से प्रकृति के कण कण में हिम कणों को छिड़कता है. ഇവിടെ ഒന്നും കൂടെ നോക്കിയേ. നോക്കാം, अंधकार का जल्दी लांग कर आवेंगी शशि किरणें अंतरिक्ष छिड़केगा कण कण निशी में मधुर तुहिन को. वसंतकालीन रात में अंधकार रूपी सागर को पार करके शशि किरणें आएगी और अंतरिक्ष से प्रकृति के कण कण में ओस की बूंदों की वर्षा भी करेगी. നോക്ക്,
അന്ധകാരമാകുന്ന സമുദ്രത്തെ മറികടന്ന് രാത്രിയിൽ ആരെത്തും? ശശികിരണേ, ചന്ദ്രകിരണങ്ങൾ എത്തും, ചന്ദ്രന്റെ നിലാവെത്തും. പിന്നെന്താണ് പറയുന്നത് കവി? ആകെ കവി ക്യാ കഹത്തെ ഹേ? അന്തരീക്ഷ ചിടിക്കേക കണ് കണ് നിശീമേ മധുർ തുഹിൻകോ. അന്തരീക്ഷം ഈ വസന്തകാലീന രാത്രിയിൽ എന്താണ്? മനോഹരമായ മഞ്ഞുതുള്ളികളെ പ്രകൃതിയിലേക്ക് വർഷിക്കും എന്നാണ് കവി ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലെ? എങ്കിൽ നമുക്കിനി അടുത്ത വരികൾ നോക്കാം. ഇസ് ഏകാന്ത സൃജന്മേം കോയി കുച്ച് ബാധ മത് ഡാലോ, जो कुछ अपने സുന്ദർ സേ ഹൈം ദേ ദേനേ ദോ ഇൻകോ. ഇവിടെ കവി നമ്മളോട് എന്താണ് പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? നോക്കൂ. ഇസ് ഏകാന്ത സൃജന്മേം കോയി കുച്ച് ബാധ മത് ഡാലോ. ഈ ഏകാന്ത സൃജൻ, സൃജൻ എന്ന് വെച്ചാൽ സൃഷ്ടി എന്നാണ് കേട്ടോ. ഇസ് ഏകാന്ത സൃജന്മേം കോയി കുച്ച് ബാധ മത് ഡാലോ. ഈ ഏകാന്തതയിൽ, ഈ വിജനതയിൽ, അതായത് ആരും അറിയാതെ സംഭവിക്കുന്ന ഈ ഏകാന്തതയിൽ സംഭവിക്കുന്ന ഈ കാര്യങ്ങൾക്ക് അല്ലെ, ഈ സംഭവങ്ങൾക്ക് എന്താണ്, ഈ സൃഷ്ടിക്ക് കോയി കുച്ച് ബാധ മത് ഡാലോ, ആരും തന്നെ യാതൊരു തരത്തിലുള്ള ബാധ, ബാധ എന്ന് വെച്ചാൽ തടസ്സം, തടസ്സങ്ങൾ, മത് ഡാലോ ഉണ്ടാക്കരുത് എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഓർ കവി ക്യാ കഹത്തെ ഹേ? അപ്നെ മേം ജോ കുച്ച് സുന്ദർ ഹേ ഉസേ ഇൻ പ്രേമ യുഗ്മോകോ ദേനാ ഹേ. എന്താണ്? നമ്മുടെ കയ്യിൽ മനോഹരമായത്, സുന്ദരമായത് എന്താണോ ഉള്ളത് അത് ഈ പ്രണയ ജോഡികൾക്ക് നൽകണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. നോക്കൂ, ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ മധുഋതു എന്നുള്ള ഈ കവിത ഒരു ഛായാവാദി കവിതയാണെന്ന് പറഞ്ഞിരുന്നു. ശരിയല്ലേ? എന്താണ് ഛായാവാദി കവിതയുടെ വിശേഷതകൾ? എന്താണടെ? അതെ, മാനവീകരണമാണ് അല്ലെ? മാനവീകരൻ. എന്താണ് മാനവീകരൻ എന്ന് വെച്ചാൽ എന്താണ്? അതെ, പ്രകൃതിയെ മനുഷ്യനോട് ഉപമിക്കൽ. ഇതിനെയാണ് നാം മാനവീകരൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ മനോഹരമായ മധുഋതു എന്നുള്ള ഈ കവിതയിൽ കവി വസന്തകാലത്തെ, അതായത് മധുഋതുവിനെ ഒരു എന്താണ് സുന്ദരിയായ സ്ത്രീരൂപം, അതായത് കവിയുടെ കാമുകിയായ സ്ത്രീരൂപത്തിലാണ് ഈ കവിതയിൽ വർണ്ണിച്ചിരിക്കുന്നത്. ശരിയല്ലേ? ഇതൊക്കെ നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നതാണ്. കവി ഈ കവിതയിൽ പ്രണയഭാവങ്ങളെ പ്രകൃതിയോടും അതുപോലെ തന്നെ പ്രകൃതിയുടെ മനോഹാരിതയെ പ്രണയത്തോടും മനോഹരമായ രീതിയിൽ ചേർത്തിണക്കിയിരിക്കുകയാണ്. എല്ലാവരും ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചേ. अंधकार का जल्दी लांग कर आवेंगी शशि किरणें, अंतरिक्ष छिड़केगा कण कण निशी में मधुर तुहिन गो, इस एकांत सृजन में कोई कुछ बाधा मत डालो, जो कुछ अपने सुंदर से हैं दे देने तो इनको. ഈ വരികളിൽ കവി വസന്തകാലീന രാത്രിയിലെ വിശേഷതകളാണ് ഇവിടെ ഈ വരികളിൽ വർണ്ണിച്ചിരിക്കുന്നത്. വസന്തകാലത്തിലെ രാത്രിയുടെ വിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഈ കവിത എന്താണ്? ഒരു ഛായാവാദി കവിതയാണ്. ഇതിന് രണ്ടർത്ഥങ്ങളാണുള്ളത് അല്ലേ? ഛായാവാദി കവിത എന്ന് പറയുമ്പോൾ അതിന് രണ്ടർത്ഥങ്ങൾ വരും അല്ലേ? ഇവിടെ നോക്കൂ. ഇസ് ഏകാന്ത സൃജന്മേം കോയി കുച്ച് ബാധ മത് ഡാലോ, ജോ കുച്ച് അപ്നെ സുന്ദർ സേ ഹൈ ദേ ദേനേ ദോ ഇൻകോ. ഈ വരികൾക്കും രണ്ട് അർത്ഥങ്ങളാണ് ഉള്ളത്. എന്തായിരിക്കും കവി ഇവിടെ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്? എന്താണടെ? നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. അതായത് വസന്തകാലം എന്ന് പറയുന്നത് എങ്ങനെയാണ്? പ്രകൃതി എങ്ങനെയായിരിക്കും? വളരെ മനോഹരമായിരിക്കും അല്ലെ? വസന്തകാലത്തിൽ പ്രകൃതി സ്വയം അണിഞ്ഞൊരുങ്ങുകയാണ്. ഈ പ്രകൃതി എങ്ങനെയാണ് സ്വയം അണിഞ്ഞൊരുങ്ങുന്നത്? അതെ, പൂക്കളും കായ്കളും അതുപോലെ ഈ വൃക്ഷലതാദികൾ നിറയെ തളിരിലകളും കൊണ്ട് നമ്മുടെ പ്രകൃതി വളരെ മനോഹരമായിരിക്കും. അതുപോലെ തന്നെ സുഗന്ധം വീശുന്ന ഇളം കാറ്റും രാത്രിയിലെ നിലാവും അതുപോലെ തന്നെ മഞ്ഞ് കണങ്ങളൊക്കെ നമ്മുടെ വസന്തകാലത്തിലെ പ്രകൃതിയെ വളരെ മനോഹരമായി അണിയിച്ചൊരുക്കുന്നു.
പ്രണയിക്കുന്നവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു കാലമാണ് വസന്തകാലം എന്ന് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഈ കാലാവസ്ഥയിലെ ഈ വസന്തകാലത്തിലെ പൂക്കളും സുഗന്ധമുള്ള കാറ്റും അതുപോലെ നിലാവും മഞ്ഞുമൊക്കെ പ്രണയിക്കുന്നവരുടെ പ്രണയ വികാരത്തെ ഉണർത്തുന്നതാണ്. ഈ കവിതയിലെ നമ്മുടെ കവിയാകുന്ന കാമുകൻ്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കാമുകിയുടെയും പ്രണയ വികാരങ്ങൾ ഈ മനോഹരമായ വസന്തകാല രാത്രിയിൽ എന്ത് ചെയ്യുന്നു? അത് വർദ്ധിക്കുകയാണ്. ഈ വരികളൊന്ന് ശ്രദ്ധിക്കൂ. ഇസ് ഏകാന്ത സൃജൻ മേം കോയി കുച്ച് ബാധ മത് ഡാലോ. ഈ ഏകാന്തതയിൽ, ഈ നിശബ്ദതയിൽ ആരും അറിയാതെ സ്വയം സംഭവിക്കുന്ന ഈ നവസൃഷ്ടിയുടെ ഈ സംഭവങ്ങൾക്ക് ആരും ഒരു തരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാക്കരുത് എന്നാണ് കവി ഇവിടെ പറയുന്നത്. കവി ഈ വരികളിൽ എന്താണ് പറയുന്നതെന്നറിയാമോ? അതായത് ഈ വസന്തകാലം എന്നത് പ്രകൃതിയിലെ ഏറ്റവും മനോഹരമായ ഒരു പ്രതിഭാസമാണ്. അത് തനിയെ ഉണ്ടാകുന്നതാണ് അല്ലേ? അതായത് ഈ വസന്തകാലം എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ? നമ്മൾ നേരത്തെ പറഞ്ഞു. അതായത് വൃക്ഷലതാദികൾ നിറയെ തളിർക്കുകയും അതുപോലെ പൂക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സമയമാണ്. ഇതൊക്കെ തനിയെ ഉണ്ടാകുന്നതാണ് കാര്യങ്ങളാണ് അല്ലേ? ഇവയൊക്കെ തനിയെ ഉണ്ടാകുന്ന മാറ്റങ്ങളല്ലേ? ആരും നിർമ്മിക്കുന്നതല്ലോ അല്ലേ? അതുപോലെ തന്നെ ഈ കവിതയിൽ ഒരു കാമുകയും കാമുകനുമുണ്ട്. ആരൊക്കെയാണത്? അതെ, നമ്മുടെ കവിയും കവിയുടെ കാമുകിയുമായ വസന്തകാലവുമാണ് അല്ലേ? അവർ ഇവിടെ ഈ പ്രണയ നിർഭരമായ ഈ അന്തരീക്ഷത്തിൽ അവർ ഇരിക്കുകയാണ്. കവി ഇവിടെ പറയുന്നത് പ്രണയ നിർഭരമായ ഈ പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ഈ അന്തരീക്ഷത്തിൽ പ്രേമിയുടെയും പ്രണയത്തിന് മനോഹാരിത കൂട്ടാൻ വേണ്ടി നമ്മുടെ കയ്യിൽ മനോഹരമായത് എന്താണോ ഉള്ളത് അത് അവർക്ക് നൽകണം എന്നാണ് കവി ഇവിടെ പറയുന്നത്. നോക്കൂ, ജോ കുച്ച് അപ്നെ സുന്ദർ സേ ഹൈം ദേ ദേനെ ദോ ഇൻഗോ. നമ്മുടെ കയ്യിൽ മനോഹരമായത് എന്താണോ ഉള്ളത് അത് നമ്മുടെ ഈ പ്രണയിതാക്കൾക്ക് അവരുടെ പ്രണയത്തിൻ്റെ മനോഹാരിത കൂട്ടാൻ വേണ്ടി നൽകുക എന്നാണ് കവി ഇവിടെ പറയുന്നത്. ഇവിടെ മറ്റൊരർത്ഥം കൂടിയുണ്ട്. അതായത് ഇക്കാലത്ത് മനുഷ്യൻ പ്രകൃതിയെ പലതരത്തിലും ദുരുപയോഗം ചെയ്യുന്നു. അതിൻ്റെ ഫലമായി പലതരത്തിലുള്ള പ്രകൃതിക്ഷോഭങ്ങളും ഉണ്ടാകുന്നു. കവി നമ്മളോട് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്: പ്രകൃതിയിൽ സ്വയം നിർമ്മിക്കപ്പെടുന്ന ഈ മനോഹാരിതയെ മനുഷ്യൻ നശിപ്പിക്കപ്പെടരുതേ എന്നാണ് കവി ഇവിടെ പറയുന്നത്. നമുക്ക് പ്രകൃതിയുടെ ഭംഗി കൂട്ടാൻ എന്തൊക്കെയാണ് ചെയ്യാൻ കഴിയുന്നത് അതൊക്കെ പ്രകൃതിക്ക് വേണ്ടി നാം ചെയ്തു കൊടുക്കൂ എന്നും കൂടി കവി ഇവിടെ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായോ? ഈ കവിത നിങ്ങൾക്ക് നന്നായി മനസ്സിലായി കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾക്ക് ഈ കവിതയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്കിനി ഈ കവിതയൊന്ന് കേട്ടു നോക്കാം. वसुधा नीचे ऊपर नभ हो, नीड अलग सबसे हो, चार खंड के चिर पद चर में भागो सुखी तिनको। आशा से अंकुर चूलेंगे, पल्लव पुलकित होंगे, मेरे किसलय काल खुभवय आह खलेगा किनको। सिहर भरी कंतियां वेगी मलयानिल की लहरें, चुंबन लेकर और जगाकर मानस नयन नलिन को। जवा कुसुम सी
उषा खिलेगी मेरी लघु प्राची में। हंसी भरे उस अरुण अधर का राग रंगेगा दिन को। अंधकार का जलधि लांग कर आवेगी शशि किरणे। अंतरिक्ष चिढ़केगा कण कण निशि में मधुर तुहिन को। इसे कांद सृजन में कोई कुछ बाधा मत डालो। जो कुछ अपने सुंदर